സന്ദീപ് വാര്യരെ CPM-ൽ എടുക്കുന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ചയും ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ലെന്ന് മന്ത്രി MB രാജേഷ്. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചത്. വർഗീയതയുടെ കാര്യത്തിൽ ആ നിലപാട് തള്ളിപ്പറയാതെ ഒന്നും നടക്കില്ല. അമ്മയുമായി ബന്ധപ്പെട്ടും മറ്റും BJP നേതൃത്വത്തിനെതിരെ സന്ദീപ് വാര്യർ പറഞ്ഞ വൈകാരിക കാര്യങ്ങളിൽ AK ബാലൻ ആശ്വാസവാക്ക് പറഞ്ഞു എന്ന് മാത്രം. AK ബാലൻ നല്ല മനുഷ്യനാണ്, എല്ലാവരെയും കുറിച്ച് നല്ലത് മാത്രമേ പറയൂ. അതിനപ്പുറം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും MB രാജേഷ് പറഞ്ഞു. വർഗീയതയുടെ കാളിയനെ കഴുത്തിലിട്ട് അലങ്കാരമാക്കി നടക്കാൻ കോൺഗ്രസിനെ പറ്റൂ. ഇത്തരത്തിലുള്ള ഒരാളെ പാർട്ടിയിൽ എടുക്കുന്നത് ചിന്തിച്ചിട്ട് പോലുമില്ല. കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾക്കും ലീഗിലെ നേതാക്കൾക്കും കൊണ്ടു നടക്കാവുന്ന നേതാവാണോ സന്ദീപ് വാര്യർ? ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരില്ലേ? BJPക്ക് വേണ്ടി K മുരളീധരനെ കാലുവാരിയവരാണ് അവർ. K മുരളീധരനെ കാലുവാരി തോൽപ്പിച്ചവരാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ സ്വന്തം പാർട്ടിയിൽ എടുത്തിട്ടുള്ളത്. വർഗീയതയെ പരസ്യമായി തള്ളിപ്പറയണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ഈ നിലപാട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കാശ്മീരിലുള്ള ആളുകളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടണമെന്ന പ്രസ്താവന ഓർക്കുന്നില്ലേ? അതെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ് എന്ന പ്രസ്താവനയും നിലനിൽക്കുകയാണ്. വിദ്വേഷ പ്രസ്താവനയ്ക്ക് ഒരു പുരസ്കാരം ലഭിച്ചാൽ ശശികല ടീച്ചറെ പോലും രണ്ടാമതാക്കും. അങ്ങനെയുള്ള ഒരാളെയാണ് കൊണ്ടു നടക്കുന്നത്. പച്ചക്കൊടി കണ്ടതിന്റെ പേരിൽ പ്രസംഗിക്കാതെ പോയ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിയിൽ ചേരാൻ പറ്റിയ ആളാണ് സന്ദീപ് വാര്യർ. നല്ല അലങ്കാരമായിരിക്കും, MB രാജേഷ് പറഞ്ഞു. നാളെ സന്ദീപ് വാര്യർ നല്ല മനുഷ്യനാകുമെന്ന അർത്ഥത്തിലാണ് AK ബാലൻ അങ്ങനെ പറഞ്ഞത്. വിദ്വേഷ പ്രചാരണം നടത്തിയ ആളെ ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ, എടുത്തവരോട് ചോദിക്കൂ. സന്ദീപ് വാര്യർ വെറും BJP അല്ല, RSS ആണ്. കുട്ടിക്കാലം മുതൽ ശാഖയിൽ നിന്ന് പഠിച്ചു വന്നയാളാണ്. ഇത്രയും വിദ്വേഷ പ്രചാരം നടത്തിയ ആളെ തലയിൽ ചുമന്ന് കൊണ്ട് നടക്കുന്നവരെ വെളുപ്പിക്കാനാണോ ഇറങ്ങിയിരിക്കുന്നത്? നിങ്ങൾ വിചാരിച്ചാൽ വെളുപ്പിക്കാൻ പറ്റില്ല, MB രാജേഷ് പരിഹസിച്ചു. SAG ന്യൂസ്, തിരുവനന്തപുരം. News means entertainment and entertainment meets news. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി SAG ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.